12 എണ്ണം ഈ ടൈപ്പ്. ഞാനാണ് മെച്ചം തോന്നുന്നുണ്ടോ? വേണ്ട. നമ്മുടെ സ്വഭാവം ഒന്ന് ചിന്തിച്ചേന്ന്. ബൈബിളിൽ 12 ശിഷ്യന്മാരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം, ചേടാ ഈശോയ്ക്ക് തെറ്റുപറ്റിയോ? ഈശോ എന്തിനാ ഈ 12 എണ്ണത്തിനെയും 12 സ്വഭാവത്തെയും തിരഞ്ഞെടുത്തത്? ഈശോ ഒരു നല്ല ലീഡറാണെങ്കിൽ ഒരേ സ്വഭാവത്തിലുള്ളവരെ, ഒരേ കൾച്ചർ, ഒരേ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ തിരഞ്ഞെടുത്താൽ പോരെ? ഈശോയ്ക്ക് തെറ്റുപറ്റിയതാണോ? ഇതാണ് എൻ്റെ ചോദ്യം. പറയൂ, എന്താണ് ഉത്തരം? ഈശോയ്ക്ക് തെറ്റുപറ്റിയതാണോ? അങ്ങനെ ആവാൻ യാതൊരു സാധ്യതയില്ല. നമ്മൾ വായിച്ചതാണ്, ഈശോ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരം വെളുത്തപ്പം തിരഞ്ഞെടുത്തതാണ് 12 എണ്ണം, 12 സ്വഭാവം, 12 രീതികൾ. എന്നെ കേൾക്കുമ്പോൾ നീ ഒന്ന് ചിന്തിച്ചേ, നിന്റെ കുടുംബ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് തെറ്റിപ്പോയോ? ചില സമയത്ത് പറയൂ അല്ലേ, ഷെടാ ഇത് ശരിയാകത്തില്ലെന്ന്, ഇത് ശരിയാകത്തില്ലെന്ന്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തലയ്ക്കകത്ത് ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത ഈശോയുടെ മണ്ടത്തരമാണോ എന്നൊരു ചോദ്യം നമുക്കും തോന്നും. നമ്മുടെ വീട്ടിലൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലൊരു കാര്യം കാണുമ്പോൾ ഷെടാ തെറ്റിപ്പോയോ, ഈ തെരഞ്ഞെടുപ്പ് അത്ര ശരിയായില്ലല്ലോ, ഈ സ്വഭാവം നമുക്ക് വേണ്ട, നമ്മുടെ കുടുംബത്തിന് വേണ്ട, ഇത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹമോചനത്തിൻ്റെ റേറ്റ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഉയർന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ലെന്ന്, ഇഷ്ടം പോലെ വളർന്നുകൊണ്ടിരിക്കുക. കാരണം എന്നാണെന്നറിയോ? ഈ പറഞ്ഞതാ, ചില സ്വഭാവ രീതികൾ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചേരാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെന്ന്. ഇതെന്നാ പരിപാടിയാ? എനിക്കിഷ്ടമല്ല. ഇന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ചോദിക്കുന്ന കണ്ടിട്ടില്ലേ, ഞാൻ എന്തിനാ ഇയാളുടെ അടിമയായിട്ട് ജീവിക്കണം? നമുക്കിഷ്ടമല്ലാത്തവരെ, നമ്മളെ ഇഷ്ടമല്ലാത്തവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ദിവസത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, ഞാൻ ഈ ചോദ്യവുമായിട്ട് എൻ്റെ സ്പിരിച്വൽ ഫാദറിന്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവരെക്കുറിച്ച് വായിക്കാൻ. ഇവരെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞിട്ടൊക്കെ എന്നോട് അച്ഛൻ പറഞ്ഞു, ബ്രദറിനറിയോ, ഈ സ്വഭാവത്തിലുള്ളവരാണ് ശിഷ്യന്മാര്, ഈ സ്വഭാവത്തിലുള്ളവരാണ്. അതുകൊണ്ട് ബ്രദർ ഒരു കാര്യം ഓർത്തോണേ, ബ്രദറിന്റെ മുമ്പോട്ടുള്ള പൗരോഹിത്യ ജീവിതത്തിലുണ്ടല്ലോ, ഈ ടൈപ്പ് ആളുകളായിരിക്കും എപ്പോഴും കൂടെയുള്ളത്. ഹല്ലേലൂയ. ബ്രദറിനെ ഇഷ്ടപ്പെടുന്നവരും ബ്രദർ ഇഷ്ടപ്പെടുന്നവരും ഒന്നും ഉണ്ടാവണമെന്നില്ലെന്ന്. പല സ്വഭാവക്കാരാണ് എപ്പോഴും കൂടെയുള്ളത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വലതു ഇടത് ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്റെ സ്വഭാവം നിനക്ക് തന്നെ ഇഷ്ടമാണോ ചോദിച്ചു കൊടുക്ക്.